വെരി സാഡ്. ഓക്കെ ശരി. ഞാൻ ക്രൗൺ പ്ലാസയില്. ക്രൗൺ പ്ലാസ. എന്താ പരിപാടി? ഞാനിവിടെ എന്റെ ഹസ്ബൻഡ് ഇന്ന് വൈകുന്നേരം വരും. അപ്പൊ ഞാന് ഇവിടെ വന്നാ. ഹലോ എന്തേ എന്തേ? ഞാനേ നിങ്ങളോട് ക്രൗൺ പ്ലാസ എന്താ പരിപാടി ഇന്ന് വൈകിട്ട് ഹസ്ബൻഡ് വരുമോ? അല്ല അതല്ല, ഞാൻ അങ്ങനെയല്ല, ബോംബെന്ന് മൂപ്പര് വരും എന്നാ ഞാൻ പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്, മൂപ്പര് വന്നിട്ടാണോ പരിപാടി? ഓ ആ പരിപാടി അങ്ങനെയൊന്നുമല്ല. അല്ലേ, ഞാനത് കൂട്ടി വായിക്കാം. നിങ്ങളോട് ചോദിച്ചു എന്താ ഇന്ന് പരിപാടി, ഇന്ന് വൈകിട്ട് ഹസ്ബൻഡ് വരും. വിഷു, ഞാൻ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയ ഒരു വ്യക്തിയാണ്. അതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും അറിയാത്ത ഒരു കാര്യമാണ്. അതാണ്. അല്ല, ഹസ്ബൻഡ് വന്നു പോട്ടല്ല. യു ജസ്റ്റ് പിഷു, ഐ വാണ്ട് യു പീപ്പിൾ ടു ഗിവ് മീ ദ. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പിഷാരടിക്ക് ഇതിന്റെ വല്ല കാര്യവും ഉണ്ടായിരുന്നോ? അമ്മയിൽ ചെന്ന് കയറി ഒടുവിൽ മാന്തും പിച്ചും വാങ്ങി പിഷാരടി കരയുന്നു. ശ്വേതാ മേനോനെ വിളിച്ച രമേശ് പിഷാരടി ആദ്യം പിഷാരടി ശ്വേതാ മേനോനെ ഒന്ന് മാന്തി. എന്താണ് പരിപാടി എന്ന ചോദ്യം, എവിടെയാണ് എന്ന ചോദ്യം, ക്രൗൺ പ്ലാസയിലെന്ന് ശ്വേതാ മേനോന്റെ മറുപടി. വൈകിട്ട് ഭർത്താവ് വരുമെന്നാണ് ശ്വേതാ മേനോൻ പറഞ്ഞത്. പിഷാരടി ചിരിയോട് ചിരി. എന്താണ് പരിപാടി എന്നല്ലേ ഞാൻ ചോദിച്ചത്. അപ്പോൾ ഹസ്ബൻഡ് വരുമെന്ന്. ശ്വേതാ മേനോനും BJPയും തമ്മിലുള്ള ബന്ധം എടുത്തു പറഞ്ഞുകൊണ്ടാണ് പലരും ശ്വേതയ്ക്കെതിരെ ഉറഞ്ഞു തുള്ളിയത്. ഒടുവിലിത BJP ശ്വേതാ മേനോന്റെ സംരക്ഷണത്തിനായി ഇറങ്ങിയിരിക്കുന്നു. ഔട്ട് സ്പോക്കൺ തുടങ്ങിയ ഫേസ്ബുക്ക് പേജുകൾ പിഷാരടിയെ എടുത്തിട്ട് കൊല്ലുന്നു. ഔട്ട് സ്പോക്കൺ ആണ് ഇപ്പോൾ രമേശ് പിഷാരടിയും ശ്വേതാ മേനോനും തമ്മിലുള്ള സംഭാഷണത്തിന്റെ ഈ പ്രത്യേക ഭാഗം ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത്. വെരി സാഡ്. ഓക്കെ ശരി. ഞാൻ ക്രൗൺ പ്ലാസയില്. ക്രൗൺ പ്ലാസ. എന്താ പരിപാടി? ഞാനിവിടെ എന്റെ ഹസ്ബൻഡ് ഇന്ന് വൈകുന്നേരം വരും. അപ്പൊ ഞാന് ഇവിടെ വന്നാ. ഹലോ എന്തേ എന്തേ? ഞാനേ നിങ്ങളോട് ക്രൗൺ പ്ലാസ എന്താ പരിപാടി ഇന്ന് വൈകിട്ട് ഹസ്ബൻഡ് വരുമോ? അല്ല അതല്ല, ഞാൻ അങ്ങനെയല്ല, ബോംബെന്ന് മൂപ്പര് വരും എന്നാ ഞാൻ പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്, മൂപ്പര് വന്നിട്ടാണോ പരിപാടി? ഓ ആ പരിപാടി അങ്ങനെയൊന്നുമല്ല. അല്ലേ, ഞാനത് കൂട്ടി വായിക്കാം. നിങ്ങളോട് ചോദിച്ചു എന്താ ഇന്ന് പരിപാടി, ഇന്ന് വൈകിട്ട് ഹസ്ബൻഡ് വരും. വിഷു, ഞാൻ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയ ഒരു വ്യക്തിയാണ്. അതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും അറിയാത്ത ഒരു കാര്യമാണ്. അതാണ്. അല്ല, ഹസ്ബൻഡ് വന്നു പോട്ടല്ല. യു ജസ്റ്റ് പിഷു, ഐ വാണ്ട് യു പീപ്പിൾ ടു ഗിവ് മീ ദ. പാലക്കാട്ടുകാർ ഇതൊക്കെ സഹിക്കണമെന്നാണ് ഈ വീഡിയോയ്ക്ക് താഴെ വന്ന കമന്റുകളിൽ ആളുകൾ കുറിക്കുന്നത്. ഇവനൊക്കെ വെറും തറയാണോ എന്ന് കമന്റ് ബോക്സിൽ ചിലർ കുറിക്കുന്നു. ഒരു സ്ത്രീയോട് ചോദിക്കുന്ന ചോദ്യം. എന്നാൽ ദ്വയാർത്ഥ പ്രയോഗത്തിൻ്റെ അർത്ഥമൊന്നും ശ്വേതയ്ക്ക് മനസ്സിലാകുന്നില്ല. തനിക്ക് ഇത്തരം കാര്യങ്ങളുടെ ദ്വയാർത്ഥമൊന്നും അറിയില്ല എന്ന് ശ്വേത തന്നെ തുറന്നു പറയുന്നു. ഈ സംഭാഷണമൊക്കെ കേൾക്കുമ്പോൾ ആളുകൾക്ക് ശ്വേതാ മേനോനോട് ഒരു പ്രത്യേക ആരാധന തോന്നുന്നത് സ്വാഭാവികം. അവരൊരു ബോൾഡായ സ്ത്രീയാണ്. ഡബിൾ മീനിംഗ് ഒന്നും തനിക്കറിയില്ല എന്ന് വളരെ സ്ട്രെയിറ്റായി രമേശ് പിഷാരടിയുടെ മുഖമടച്ച് ശ്വേത കൊടുത്തു. എന്തായാലും രമേശ് പിഷാരടി ഇനി പാലക്കാടിനെ ഒരു ഉപതെരഞ്ഞെടുപ്പിലൂടെ എത്തിക്കുമോ എന്നാണ് ചിലർക്ക് സംശയം. എന്തുകൊണ്ടാണ് ശ്വേതാ മേനോനും രമേശ് പിഷാരടിയും തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണം പുറത്തു വന്നതിൻ്റെ തൊട്ടു പിന്നാലെ കാറിക്കൂവി രമേശ് പിഷാരടി അഡ്ഹോക് കമ്മിറ്റിയുടെ നേതൃസ്ഥാനം ഒഴിഞ്ഞ സ്ഥലം വിട്ടത്? ഇപ്പോഴാണ് ആളുകൾക്കതിൻ്റെ ഗുട്ടൻസ് പിടികിട്ടിയത്. ഇനി പല നടന്മാരുടെയും സംഭാഷണം ലീക്കായി പുറത്തേക്ക് വരുമെന്നാണ് ഇപ്പോൾ സിനിമാ ലോകത്ത് നിന്ന് നമ്മൾ കേൾക്കുന്നത്. സിനിമാക്കാരുടെ വിഴുപ്പലക്കൽ കാരണം
സിനിമാ ലോകത്തെ ഇത്തരം നെറുകെട്ട സംഭാഷണങ്ങൾ പലതും മറനീക്കി പുറത്തേക്ക് വരുന്നു. സംഗതിയൊക്കെ ജോറ്. ശ്വേതാ മേനോൻ BJPയിൽ നിന്ന് 2 കോടി വാങ്ങി എന്നൊക്കെയായിരുന്നു ഇന്നലെ ചില നടിമാരുടെ ആരോപണം. അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ശ്വേത ഇന്ന് കളത്തിലിറങ്ങി. സ്ത്രീകൾ തമ്മിൽ തല്ല് തുടങ്ങിയാൽ പിന്നെ അത് നിർത്തില്ല. ഇതിനിടയിൽ വലിഞ്ഞു കയറി ചെല്ലുന്ന ആണുങ്ങൾക്ക് കുതിര കിട്ടും. അതാണ് രമേഷ് പിഷാരടിക്ക് സംഭവിച്ചത്. 2 വള്ളത്തിൽ കാലു ചവിട്ടിയ രമേഷ് പിഷാരടിയെ അങ്ങ് ശ്വേതാ മേനോൻ വലിച്ച് താഴെ വെള്ളത്തിലേക്കിട്ടു. നിലവിളിച്ചോടിയ രമേഷ് പിഷാരടി ഓടിയ വഴിയിൽ ഇനി പുല്ലുപോലും കിളുക്കില്ല. തങ്ങളുടെ പ്രതിനിധിയായിട്ടല്ല ശ്വേതാ മേനോൻ അമ്മയുടെ പ്രസിഡന്റായത് എന്ന് BJP നേതാവ് S. സുരേഷ് ഇന്ന് തുറന്നടിച്ചു. ശ്വേതയെ തെരഞ്ഞെടുത്തത് സിനിമാ മേഖലയിലുള്ളവർ തന്നെയാണ്. ശ്വേതാ മേനോൻ ദേശീയവാദിയും മോദി ഭക്തയുമാണ്. എന്നാൽ അവർ BJP അംഗമല്ല എന്ന് S. സുരേഷ് തുറന്നു പറഞ്ഞു. ഒട്ടേറെ താരങ്ങൾ BJP അനുകൂലിക്കുന്നുണ്ട്. പണത്തിൻ്റെ പേരിൽ താരങ്ങളെ അപമാനിക്കാൻ ശ്രമിക്കരുത്. സുരേഷ് ഗോപി ഇന്ന് സജീവമായി നിന്നിരുന്നെങ്കിൽ എത്രയോ കോടികൾ അദ്ദേഹത്തിനുണ്ടാക്കാമായിരുന്നു. എല്ലാം തിരിച്ചാണ് അദ്ദേഹം നരേന്ദ്രമോദിക്കൊപ്പം ദേശീയതയ്ക്കൊപ്പം എത്തിയത്. ഇത്തരം മാതൃകകൾ രാജ്യത്ത് വേറെയുമുണ്ട്. അത്തരം ആളുകളെ അപമാനിക്കാൻ അനുവദിക്കില്ല എന്ന് സുരേഷ് നിലപാട് വ്യക്തമാക്കി. ശ്വേതാ മേനോൻ അമ്മയുടെ ചുമതലയിലെത്തിയപ്പോൾ BJP അമ്മ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു എന്ന പ്രചാരണമുണ്ടായി. എന്നാൽ അത് പൂർണ്ണമായും തെറ്റാണ്. CPM MP-യായ ഇന്നസെന്റ് അമ്മയുടെ തലപ്പത്തെത്തിയപ്പോഴോ ഇപ്പോഴത്തെ കോൺഗ്രസ് MLA രമേഷ് പിഷാരടി അമ്മയുടെ ചുമതലയിലെത്തിയപ്പോഴോ അമ്മയെ കോൺഗ്രസും CPM-ഉം പിടിച്ചെടുക്കാൻ നോക്കുന്നു എന്ന് BJP ആരോപണം ഉന്നയിച്ചിട്ടില്ല. അമ്മ സിനിമാ മേഖലയിലുള്ളവരുടെ കൂട്ടായ്മയാണ്. അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ പരിഹരിക്കട്ടെ എന്നതാണ് BJP-യുടെ നിലപാട്. സിനിമ മുഖംമൂടി വെച്ച രാഷ്ട്രീയക്കാരോട് തനിക്കിതാണ് പറയാനുള്ളത് എന്ന് സുരേഷ് പറഞ്ഞു. ശ്വേതാ മേനോൻ BJP-യിൽ നിന്ന് 2 കോടി വാങ്ങി എന്ന ആരോപണം ഇന്നലെ അൻസിബ പക്ഷം ഉന്നയിച്ചിരുന്നു. രാജി പ്രഖ്യാപിച്ച ശ്വേതയുടെ കമ്മിറ്റിക്ക് ഇനി തിരികെ വരാൻ കഴിയില്ല എന്നാണ് അൻസിബ ഹസൻ, ഉഷ ഹസീന, മായ വിശ്വനാഥ്, മാല പാർവതി എന്നിവർ ഇന്നലെ മാധ്യമപ്രവർത്തകരോട് വിശദീകരിച്ചത്. അവരോട് പോയി പണി നോക്കാൻ ശ്വേതാ മേനോൻ. ഏതായാലും തങ്ങളുടെ കമ്മിറ്റി രാജിവെച്ചൊഴിഞ്ഞിട്ടില്ല. ബൈലോയിൽ ഒരിടത്തും ഒരു അഡ്ഹോക് കമ്മിറ്റിയെ നിയമിക്കുന്നതിനെക്കുറിച്ച് യാതൊരുവിധ പരാമർശവുമില്ല. അഡ്ഹോക് കമ്മിറ്റിയെ വിലക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസം കോടതിയുടെ ഉത്തരവ് വന്നിരുന്നു. മമ്മൂട്ടിയും മോഹൻലാലുമാണ് തന്നെ പൂർണ്ണമായി പിന്തുണച്ചത്. രാജിവെച്ചൊഴിയേണ്ട എന്നവർ തന്നോട് പറഞ്ഞുവെന്നാണ് ഇക്കഴിഞ്ഞ ദിവസം ശ്വേതാ മേനോൻ വ്യക്തമാക്കിയത്. എന്നാൽ പിന്നീട് മമ്മൂട്ടിയോ മോഹൻലാലോ ഇക്കാര്യം നിഷേധിച്ചില്ല. രമേഷ് പിഷാരടി മമ്മൂട്ടിയുടെ ഒരു എർത്താണ്. എന്നാൽ മമ്മൂട്ടി രമേഷ് പിഷാരടിയെ പരസ്യമായി പിന്തുണച്ച് ഒരുവിധ പ്രസ്താവനയും നടത്തിയില്ല. ഇതോടെയാണ് ശ്വേത ഇപ്പോൾ സിനിമാ ലോകത്ത് അജയ്യയായി മാറിയത്. ഓടിളക്കി വന്ന 10-15 പേരല്ല സംഘടന എങ്ങനെ പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കേണ്ടത്. ഭൂരിപക്ഷം അംഗങ്ങളുടെ പിന്തുണ തനിക്കുണ്ട് എന്ന് ശ്വേതാ മേനോൻ നല്ല നെഞ്ചുറപ്പോടെ പറയുമ്പോൾ മറുവശത്ത് ബാബുരാജും സിദ്ദിഖും സംഘവും അടപടലം പാളി പാതാളക്കുഴിയിലകപ്പെട്ടു. ശ്വേതയുടെ അവകാശവാദം തങ്ങൾ വിശ്വസിക്കുന്നില്ലെന്നും അങ്ങനെയെങ്കിൽ മമ്മൂട്ടിയും മോഹൻലാലും പരസ്യമായി പ്രതികരിക്കട്ടെ എന്നുമാണ് ഇന്നലെ അൻസിബ മലയാളത്തിലെ സൂപ്പർ താരങ്ങളെ വെല്ലുവിളിച്ചത്. നടൻ ടിനി ടോമിനെതിരെ നൽകിയ പരാതിയിൽ മൊഴി നൽകാൻ അൻസിബ ഇന്നലെ വൈകിട്ട് കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ പോയി മണിക്കൂറുകളോളം കാത്തിരുന്നു. എന്നിട്ടും ഉദ്യോഗസ്ഥനെത്തിയില്ല. ഇതോടെ മടങ്ങി. രാജി പ്രഖ്യാപിച്ച ശ്വേതാ മേനോനും രമേഷ് പിഷാരടിയും തമ്മിലുള്ള ഫോൺ സംഭാഷണം പുറത്തു വന്നതാണ് പിഷാരടിയെ ആകെ ആശയക്കുഴപ്പത്തിലാക്കിയത്. തൻ്റെ തനിനിറം നാട്ടുകാർക്കെല്ലാം മനസ്സിലായി എന്ന് രമേഷ് പിഷാരടിക്ക് മനസ്സിലായി. ഇരട്ട റോളാണ് രമേഷ് പിഷാരടി എടുത്തത്. പ്രത്യേകിച്ച് അൻസിബയോടൊപ്പവും മറുവശത്ത് ടിനി ടോമിനൊപ്പവും നിന്ന് കളിച്ചു. അഡ്ഹോക് കമ്മിറ്റിയുടെ ചുമതല തനിക്ക് കിട്ടിയ നിമിഷം മുതൽ അമ്മ പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ രമേഷ് പിഷാരടി തുടങ്ങി. രമേഷ് പിഷാരടിയും സംഘവും ആസൂത്രിതമായി കരുക്കൾ നീക്കുന്നു എന്ന് മനസ്സിലാക്കിയ ശ്വേത ബുദ്ധിപൂർവ്വം കരുക്കൾ നീക്കി. അങ്ങനെയാണ് അവർ കോടതിയെ സമീപിച്ചത്. കോടതിയിൽ നിന്ന് അനുകൂല വിധി സമ്പാദിച്ചതോടെ അഡ്ഹോക് കമ്മിറ്റിയെടുത്ത് ആറ്റിലെറിഞ്ഞു. അദാനി ഗ്രൂപ്പിൽ നിന്ന് ശ്വേതാ മേനോൻ വഴി 15 കോടി സംഭാവനയായി ലഭിക്കുമെന്ന് BJP നേതാവ് പത്മജ മേനോൻ പറയുന്നതിൻ്റെ ശബ്ദരേഖയൊക്കെ ഇന്നലെ മറ്റ് നടിമാർ വാർത്താ സമ്മേളനത്തിനിടയിൽ പുറത്തുവിട്ടിരുന്നു. ഇനി പരാതി നൽകില്ലെന്ന് പറഞ്ഞ് മാപ്പെഴുതി നൽകണമെന്ന് രമേഷ് പിഷാരടി ആവശ്യപ്പെട്ടു എന്ന വിമർശനം നേരത്തെ അൻസിബ ഉന്നയിച്ചിരുന്നു. എന്നാൽ പിന്നീട് അത് തിരുത്തി. 2 കൂട്ടരോടും രമേഷ് പിഷാരടി സംസാരിച്ചതിന് ശേഷം ടിനി ടോമിൻ്റെ ഭാഗത്തെ ആവശ്യം തന്നെ അറിയിക്കുകയായിരുന്നുവെന്നാണ് ഇപ്പോൾ അൻസിബയുടെ വിശദീകരണം. അൻസിബ ആദ്യം സടകുടഞ്ഞെഴുന്നേറ്റ് അംഗം വെട്ടിയെങ്കിലും ഇപ്പോൾ ആകെ തളർത്തു വീഴുന്ന അവസ്ഥയിലാണ്. അൻസിബയെ ഇമാതിരി
ചുടുചോറ് വാരിച്ചവരൊക്കെ ഇപ്പോൾ തിരശ്ശീലയ്ക്കുള്ളിൽ മറിഞ്ഞിരിക്കുന്നു. ബാബുരാജും സിദ്ദിഖിൻ്റെ സഹോദരനുമൊക്കെ ആകെ പെട്ട അവസ്ഥയിലാണ്. അമ്മ സംഘടനയെ കുളമാക്കിയവർ എന്ന പേരുദോഷം എക്കാലവും തങ്ങളുടെ മേൽ ചാർത്തപ്പെടുമെന്ന് അവർക്കുറപ്പായി. അമ്മ സംഘടനയിൽ ഇപ്പോൾ പുകയുന്ന വിവാദങ്ങളിൽ ഏറ്റവുമധികം ചോദ്യം ചെയ്യപ്പെട്ട വ്യക്തികളിൽ ഒരാളാണ് സംഘടനാ പ്രസിഡന്റ് ശ്വേത മേനോൻ. ഇതിനിടയിൽ ജനറൽ ബോഡിയിൽ നടന്ന പല കാര്യങ്ങളും അവർ പുറമേക്ക് തുറന്നു പറഞ്ഞു. രമേഷ് പിഷാരടിയോട് സംഭാഷണമധ്യേ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആ സംഭാഷണത്തിലുണ്ട്. തങ്ങളുടെ രാജിക്ക് കാരണമായ അമ്മ ജനറൽ ബോഡി മീറ്റിംഗിൽ പരസ്പരം തമ്മിലടിയും അസഭ്യവർഷവുമാണ് നടന്നത് എന്ന് രമേഷ് പിഷാരടിയോട് ശ്വേത മേനോൻ വിവരിക്കുന്നു. സ്ത്രീകൾക്ക് ശബ്ദമുയർത്താൻ കഴിയാത്ത ഒരു സംഘടനയായി അമ്മ മാറി. തന്നെ പിന്തുണച്ച മല്ലികാ സുകുമാരൻ്റെ കയ്യിൽ നിന്നും മൈക്ക് പിടിച്ചു വാങ്ങി എന്നും ശ്വേത തുറന്നടിച്ചു. ജനറൽ ബോഡി മീറ്റിംഗിൽ തന്നോട് ബാബുരാജ്, ഇടവേള ബാബു, സിദ്ദിഖ്, സുരേഷ് കൃഷ്ണ, സാദിഖ്, അപ്പഹാജ, മജീദ്, മാല പാർവതി, മായ വിശ്വനാഥ് തുടങ്ങിയവർ അശ്ലീല വാക്കുകൾ പ്രയോഗിച്ചു. ഇതിനെല്ലാം തക്ക തെളിവും ഓഡിയോയും തൻ്റെ പക്കലുണ്ട്. രമേഷ് പിഷാരടിയുടെ സംഭാഷണം തന്നെ പുറത്തുവിട്ടുകൊണ്ടാണ് ഇപ്പോൾ ശ്വേത മേനോൻ പക്ഷം തിരിച്ചടിച്ചിരിക്കുന്നത്. രമേഷ് പിഷാരടി ഒരിക്കലും കരുതിയില്ല തൻ്റെ സംഭാഷണം ഇങ്ങനെ ലീക്കായി പുറത്തേക്ക് വമിക്കുമെന്ന്. മീറ്റിംഗിനിടയിൽ കൊല്ലം തുളസിയുടെ കയ്യിൽ നിന്ന് മൈക്ക് പിടിച്ചു വാങ്ങിയെന്നും അനൂപ് ചന്ദ്രൻ അടിക്കാൻ തുനിഞ്ഞുവെന്നും ശ്വേത പറയുന്നുണ്ട്. ഗുരുതര ആരോപണങ്ങളാണ് ശ്വേത മേനോൻ ഉയർത്തുന്നത്. അമ്മയുടെ ജനറൽ ബോഡി കുളമാക്കിയവർക്കെതിരെ പോലീസിൽ പരാതി നൽകുന്നതിനെക്കുറിച്ചും ഇപ്പോൾ ശ്വേതയും സംഘവും ആലോചിക്കുന്നു. താൻ മൗനം പാലിച്ചാൽ വിവാദങ്ങൾ കെട്ടടങ്ങുമെന്ന് കരുതി. എന്നാൽ തൻ്റെ സൽപ്പേരും വിശ്വാസ്യതയും തകർക്കുക എന്ന ലക്ഷ്യമിട്ട് തുടർച്ചയായ ശ്രമം നടക്കുന്നു. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുന്നത് എന്നാണ് ശ്വേത പറയുന്നത്. തൻ്റെ നിരപരാധിത്വം തെളിയിക്കാതെ ഇനി താൻ പടിയിറങ്ങില്ല എന്ന ശപഥത്തിലാണ് ശ്വേത മേനോൻ. ആരൊക്കെയോ പറയുന്നത് കേട്ട് പ്രവർത്തിക്കുന്നൊരു പാവം മാത്രമാണ് ശ്വേതയെന്ന് ഭാഗ്യലക്ഷ്മിയുടെ പരിഹാസം. നേരത്തെ ഗണേഷ് കുമാറിനും രമേഷ് പിഷാരടിക്കുമെതിരെ പ്രസ്താവനയുമായി ശ്വേത മേനോൻ രംഗത്തെത്തിയിരുന്നു. അഡ്കോ കമ്മിറ്റിക്ക് യാതൊരുവിധ ചുമതലയും നൽകിയിട്ടില്ല. അമ്മയുടെ നടത്തിപ്പ് ഇപ്പോഴും ഞങ്ങളുടെ കമ്മിറ്റിക്കാണ്. ശ്വേതയ്ക്കെതിരെ ഭാഗ്യലക്ഷ്മി ഉറഞ്ഞു തുള്ളുന്നു. നിങ്ങളും പവർ ഗ്രൂപ്പിൻ്റെ ഭാഗമാണ്, ആരൊക്കെയോ പറയുന്നത് കേട്ട് തുള്ളുന്നു. എന്നാൽ ഭാഗ്യലക്ഷ്മിക്കും മുഖമടച്ചു കൊടുത്തു ശ്വേത മേനോൻ. തൻ്റെ പോരാട്ടത്തിലൂടെ അമ്മയിലെ പവർ ഗ്രൂപ്പ് എക്സ്പോസ് ചെയ്യപ്പെട്ടു എന്നാണ് ശ്വേത മേനോൻ പറയുന്നത്. അതുതന്നെയാണ് തൻ്റെ വിജയം. ഇനി വിജയം പൂർണ്ണമായി കൈവരിക്കുന്നതുവരെ ഈ പോരാട്ടം തുടരും. അപ്രതീക്ഷിതമായി ആയുധം കയ്യിലെടുത്ത് ശ്വേത മേനോൻ തിരിച്ചടിച്ചതോടെ അമ്മയിൽ കലാപമുയർത്തിയ മിക്ക താരങ്ങളും ഓടി മാളത്തിലൊളിച്ചു. അവസരങ്ങളില്ലാത്ത പാവപ്പെട്ട കലാകാരന്മാർക്ക് വേണ്ടി നിലകൊള്ളുന്ന അമ്മ എന്ന സംഘടനയ്ക്കായി ആര് സാമ്പത്തിക സഹായം നൽകിയാലും അത് സ്വീകരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് ശ്വേത വ്യക്തമാക്കി. അതിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കേണ്ട കാര്യമില്ല. സ്ഥാനങ്ങൾക്കോ വ്യക്തിപരമായ നേട്ടങ്ങൾക്കോ വേണ്ടിയല്ല തൻ്റെ പോരാട്ടം. നുണക്കഥകൾ പ്രചരിപ്പിച്ച് തന്നെ നിശബ്ദയാക്കാൻ ശ്രമിക്കേണ്ട എന്നാണ് ശ്വേത മേനോൻ പറയുന്നത്. താൻ പ്രത്യേക ശക്തി കേന്ദ്രങ്ങൾക്കെതിരെ അവസാന നിമിഷം വരെ പോരാടും. സംഘടനയിലെ ചിലർ നടത്തുന്ന സാമ്പത്തിക തട്ടിപ്പുകൾക്ക് ചീത്തപ്പേര് കേൾക്കേണ്ടി വരുമെന്ന് ഭയന്നാണ് മോഹൻലാൽ വരെ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചൊഴിഞ്ഞത്. പാവപ്പെട്ട കലാകാരന്മാരുടെ മരുന്നിനും ആഹാരത്തിനും വേണ്ടി മാറ്റിവെച്ച ഫണ്ടിൽ ചില കുറ്റാരോപിതർ നടത്തിയ തിരിമറികൾ താൻ കണ്ടെത്തിയിട്ടുണ്ട്. മലയാള സിനിമയിലെ ശക്തമായ ആ പവർ ഗ്രൂപ്പിനെ ഒടുവിൽ അംഗങ്ങൾക്ക് മുന്നിൽ താൻ തുറന്നു കാട്ടും. ഇനിയും തുറന്നു കാട്ടുമെന്ന് ശ്വേത മേനോൻ പറയുന്നു. ഒരു കാര്യം വ്യക്തമാണ്, രമേഷ് പിഷാരടിയും മറ്റ് താരങ്ങളുമൊക്കെ ശ്വേത മേനോനു മുന്നിൽ തോറ്റ് തുന്നം പാടി നിൽക്കുന്നു. രമേഷ് പിഷാരടിയുടെ മറ്റൊരു പൊയ്മുഖം കൂടി അഴിഞ്ഞു വീണു എന്നാണ് സോഷ്യൽ മീഡിയയുടെ പരിഹാസം. സംഗതി ജോറായി തുടരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.